ഞങ്ങൾ വന്ന വഴി തെറ്റിയിരിക്കുകയാണ്. വേറൊരു വഴിയിലോട്ട് പോവുകയാണ്. വഴി തെറ്റി. ഫുള്ള് മുള്ളാണ്, ഫുള്ള് മുള്ള്. നോക്കിയും കണ്ട് നടന്നില്ലെങ്കിൽ കൊക്കെ കിടക്കും. അത് നീ നിന്നോട് പറയേണ്ട കാര്യമാണ്. ഓക്കെ, നീ ഇതൊക്കെ യൂട്യൂബ് ഇടുന്നില്ല. ഫോർത്തുകാരൻ വന്ന് വേഗം പോവാ. അഡ്വഞ്ചർ പറച്ചിലും കൊള്ളാൻ എല്ലാം കൊള്ളാം. കുന്നും മലകളും താണ്ടി ഇതിൻ്റെ അപ്പുറത്തന്ന് പോയായിരുന്നു എന്നൊരു ഡൗട്ട് ഉണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ്ട് വീടെടുക്കാനുള്ള മനസ്സുണ്ട്. എൻ്റെ കടുംപത്തേക്ക് പോകാം. ഇവിടെ അതിൻ്റെ അടിക്കൂടെ പൈപ്പ് ഉണ്ടാവും. മൂടി പോയതിനല്ല എൻ്റെ പൈപ്പ് വെള്ളം തന്നെ. ട്രക്കിംഗ് ആണ്. ഇവനെന്നാ വവ്വാലുണ്ടായത്? ഇവനെന്നാ പോക്കാ പോകുന്നത്? ഇതിൻ്റെ കൂടെ വരാണോ? എൻ്റെ ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ യാത്ര കോട്ടയം ജില്ലയിലെ പൂഞ്ഞാറുള്ള മുതുകോരമലയിലേക്കാണ്. ഒരു ട്രെക്കിംഗ് യാത്രയാണ്. അപ്പോൾ യാത്രയുടെ പുതിയ വിശേഷങ്ങളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് കൂടുതൽ കാഴ്ചകൾ കാണാം. അതിസാഹസികത നിറഞ്ഞൊരു യാത്രയായിരുന്നു ഈ യാത്ര. ഞങ്ങളുടെ സർവൈവൽ വീഡിയോ എന്ന് വേണേൽ പറയാം. ഈ യാത്രയെക്കുറിച്ച് പറയുവാണെങ്കിൽ അതായത് വരുന്ന വഴിക്കെല്ലാം വഴി തെറ്റി. ഇത് നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളാണ്, എല്ലാം പരിചയമുള്ള സ്ഥലങ്ങളാണ്. പക്ഷേ നമുക്ക് അവിടെ ചെന്നിട്ട് ഇറങ്ങാൻ നേരത്തെ വഴികൾ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ മാറിപ്പോവുകയാണ്. പിന്നെ നമ്മൾ ചെന്ന് ചെല്ലുന്ന വലിയ കൊക്കയുടെ മേളിലേക്കായിരിക്കും ചെല്ലുന്നത്. അത് കാരണം നല്ല പരിചയമില്ലാത്തവർ ഒരിക്കലും പോകാൻ നിൽക്കരുത്. വഴി തെറ്റാൻ വളരെ ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ മഴക്കാലത്ത് കോടമഞ്ഞൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ വഴികളൊന്നും കാണത്തു പോലുമില്ല. നമ്മുടെ കൂട്ടം തെറ്റിപ്പോത്തേ ഉള്ളൂ. കൂട്ടം തെറ്റിപ്പോയി ഗ്രൂപ്പായിട്ട് പോയാൽ പോലും വഴി നമുക്ക് തെറ്റും. എങ്ങനെ പോയാലും നമുക്ക് വഴി തെറ്റും. പിന്നെ വല്ല ഫയർഫോഴ്സിനെയൊക്കെ വിളിക്കേണ്ടി വരും. ഇതുപോലെ ഒരുപാട് കേസുകൾ ഈ മുതുകോരമലയിൽ ഉണ്ടായിട്ടുണ്ട്. മുതുകോരമലയിലേക്ക് പോകുന്ന വഴിയാണ്, കൈപ്പള്ളി വഴിയാണ് ഞങ്ങൾ പോകുന്നത്. മുതുകോരമലയിലേക്ക് കയറുകയാണ്. കൈപ്പള്ളി ടൗണിൽ നിന്ന് മുതുകോരമലയിലേക്ക് കയറുകയാണ്. ഇതാ മുതുകോരമല എന്ന് എഴുതിയേക്കുന്ന ഒരു സൈൻ ബോർഡ് കാണാം. വഴി കുറച്ച് മോശമായൊരു വഴിയാണ്. വഴി ഇങ്ങനെ കയറിപ്പോവുകയാണ്. വളരെ മോശം ഒരു വഴിയാണ്. ഓഫ് റോഡ് വഴിയിലെത്തിയിരിക്കുകയാണ്. പക്ഷെ അങ്ങനെ ഊരരുത്. മറ്റേ ട്രക്കിങ്ങിന് പോകുമ്പോഴത്തേനില്ലേ. മുതുകോരമലയ്ക്ക് പോകുന്നതിന് മുമ്പുള്ളൊരു ചെറിയൊരു വ്യൂ പോയിൻ്റ് ആണ്. ഇവിടെ ഒരു കുരിശൊക്കെ ഉണ്ട്. ചെറിയൊരു വ്യൂ പോയിൻ്റ്. നല്ല അടിപൊളി മേഘങ്ങളും കോടമഞ്ഞൊക്കെ പൊതിഞ്ഞിരിക്കുന്ന ഇങ്ങനെ കാണാം. നല്ല രസമുണ്ട്. അത് കണ്ടോ, വിമാനത്തിൽ പോകുമ്പോൾ കാണുന്ന പോലെയുണ്ട്. വെനീനും മറ്റേ സാധനമൊക്കെ ഇടാവുള്ളൂ. ജിമ്മിൽ പോകണ്ട, ഓടിയാ മതി എന്നാ പറഞ്ഞത്. ജിമ്മിൽ പോയാലേ ലുക്ക് വെക്കത്തുള്ളൂ. ഇത് പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്ത് സഞ്ചാരികൾക്ക് വേണ്ടി പണിതൊരു റെസ്റ്റ് റൂമാണ്.
വെട്ടവും വെളിച്ചമൊന്നും ഇല്ലാത്തൊരു റെസ്റ്റ് റൂമാണ് ഇത്. കുറച്ചാളും കൂടെ കഴിയുമ്പോഴത്തേന് അത് കാട് പിടിച്ച് പോകും. അതുപോലെ ഒരു പരിപാലനമൊന്നും ഇല്ലാതെ കിടക്കുകയാണ്. പോകുന്ന വഴിക്ക് കണ്ടതാണ്. നേരെ മല കയറാൻ പോവുകയാണ്. കഠിനമായ മലകയറ്റമാണ്. ഇനി 5-6 കിലോമീറ്റർ ഇനി നടക്കണം. അതിനെ തോണ്ടിയും കളടാ. അതിനകത്തിന് നല്ല കടി മേടിക്കാൻ എൻ്റെ കടുംപെട്ടിട്ട് അത് അതിൻ്റെ അടിയിലുള്ള പൈപ്പ് ഉണ്ടാവും. മൂടി പോയിരുന്നല്ല. എന്ത് പൈപ്പ്? വെള്ളം പോകുന്ന അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വീഡിയോ എടുക്കാനുള്ള മനസ്സുണ്ട്. ഇഷ്ടമുള്ളൂ അതായത് കോമഡി. അങ്ങനെ ഫൈനലി കുറച്ച് നേരത്തെ നടപ്പിന് ശേഷം ഞങ്ങൾ മലയുടെ മേളിലെത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് മുതുകോര മല. മലയുടെ ഏറ്റവും ടോപ്പിലാണ് ഞങ്ങളിപ്പോൾ. ചുറ്റിനും 4 സൈഡും കൊക്കയാണ്. കൊക്കയുടെ മേളിലാണ് ഞങ്ങളിപ്പോൾ. വാട്ട് എ ബ്യൂട്ടി. ഈ പടത്തിലെ ഹീറോ നീയല്ല, ഞാനാ. ഇതിലൂടെ താഴെ ഇറങ്ങാൻ തോന്നുന്നു. ഇതിലൂടെ ഒരു കയറ് കിട്ടുവാണെ ഇറങ്ങാം. എക്കോ ഏട്ടാ, എക്കോ എക്കോ. മുതുകോര മലയിലേക്കുള്ള ട്രക്കിംഗ് ആണ് മുതുകോര മല. മുതുകോര മല. കൂവാൻ നിനക്ക് അറിയത്തില്ലേ? 3 വരും ഇവിടെ. മുതുകോരയ്ക്ക് പോകുന്ന വഴിയാണ്. ഇച്ചിരി റിസ്കി വേ ആണ്. സൂക്ഷിച്ച് നടക്കുക, അല്ലെ കൊക്കയിലോട്ട് കിടക്കും. ഇതാണ് കൊക്ക. ആ മലയുടെ മേള് വരെ ചെല്ലണം. കുന്നും മലകളും താണ്ടിയുള്ളൊരു യാത്ര. സൂക്ഷിച്ചു പോയില്ലെങ്കിൽ കൊക്കയിൽ കിടക്കും. ഹെവി ട്രക്കിംഗ്. മുള്ളാണ്, സൂക്ഷിച്ചു പോകണം. വഴി തീർന്നോ? ഇതല്ല വഴി. വഴി ഇല്ല ഗൈസ്. പെട്ടു ഗൈസ്, ഞങ്ങളുടെ വഴി തെറ്റി ഗൈസ്. ഇനി പോകാനുള്ള വഴി അന്വേഷിക്കണം. ഇപ്പോൾ വഴി മനസ്സിലാകുന്നില്ല, തിരിച്ചിറങ്ങാനുള്ള വഴി മനസ്സിലാകുന്നില്ല. ഞങ്ങൾ ശരിക്കും പെട്ടു ഗൈസ്. ഞങ്ങളങ്ങനെ ഓരോ വഴികളും ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്. ഇനി ഒരു മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവും. കോട ഇറങ്ങും, പിന്നെ ഒന്നും കാണാൻ മേലാത്ത അവസ്ഥയാവും. അതിന് മുന്നേ താഴത്തോട്ട് ഇറങ്ങണം. കാണുന്ന വഴിയിലൂടെ എല്ലാം പോവുകയാണ്. വഴി ശരിക്കും തെറ്റി ഗൈസ്. വഴി ശരിക്കും തെറ്റി. പെട്ടുപോയി ഗൈസ്. റിസ്കി വേ ആണ്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പാളിയാൽ കൊക്കയിലോട്ട് കിടക്കും. അമ്മച്ചിയേ, അവിടുന്ന് ഇതിന്റെ മുകളിലോട്ട് ഇവനെ കയറാൻ പറ്റുള്ളൂ. നമുക്ക് പറ്റുന്നത് എനിക്ക് തോന്നില്ല.
ഇതിൻ്റെ കൂടെ വരാനുള്ള എൻ്റെ തീരുമാനത്തിന് ഞാൻ ദുഃഖിക്കുന്നു. എടാ ഇതിലൂടെ തിരിച്ചിറങ്ങണ്ടെന്ന് ഓർത്തു കേട്ടോ. അഡ്വഞ്ചർ കുന്നും മലകളും താണ്ടി ഇതിൻ്റെ അപ്പുറത്ത് തന്നെ പോയായിരുന്നു എന്നൊരു ഡൗട്ട് ഉണ്ട്. ഈ ഒരു തരത്തിൽ കയറി മൈലൂറുമ്പ് ഞങ്ങൾ വന്ന വഴി തെറ്റിയിരിക്കുകയാണ്. വേറൊരു വഴിയിലോട്ട് പോവുകയാണ്. വഴി തെറ്റി. ഫുള്ള് മുള്ളാണ്, ഫുള്ള് മുള്ള്. നോക്കിയും കണ്ട് നടന്നില്ലെങ്കിൽ ഒക്കെ കിടക്കും. അത് നീ നിന്നോട് പറയേണ്ട കാര്യമാണ്. ഓക്കെ, നീ ഇതൊക്കെ യൂട്യൂബ് ഇടുന്നില്ല. ഫോർച്ചുകാരൻ വന്ന് വേഗം പോവാ. മുതുകോരമലയിലേക്കുള്ള അതിസാഹസിക യാത്രയിലാണ്. ട്രെക്കിംഗ് ആണ്. മുതുകോരമല അങ്ങനെ ഫൈനലി മുതുകോരമലയുടെ മേളിലെത്തിയിരിക്കുകയാണ്. 7 മണിക്ക് തുടങ്ങിയ ട്രിപ്പ് 10 മണിയായപ്പോഴാണ് ഈ കുന്നിൻ്റെ മേളിലെത്തിയത്. അപാര ട്രെക്കിംഗ് എന്ന് വെച്ചാൽ അപാര ട്രെക്കിങ്. ഊപ്പാടിളക്കി നടന്ന് മനുഷ്യൻ്റെ ഊപ്പാടിളക്കി. ഒയ്യോ, ഇനി ജീവിതത്തിൽ ഇങ്ങോട്ട് വരത്തില്ല. ആ ലെവൽ കയറ്റം. കുന്നും മലകളും താണ്ടിയുള്ളൊരു യാത്ര. താഴെ വലിയ കൊക്ക. ഇതാണ് മുതുകോരമലയുടെ ടോപ്പ്. 3 മണിക്കൂർ കൊണ്ടാണ് ഈ കുന്നിൻ്റെ മേളിലെത്തിയത്. അയ്യോ, അപാര യാത്ര എന്ന് വെച്ചാൽ അപാര യാത്ര. ഇത് കാര്യല്ലേ? അതൊക്കെ എടുക്കാം. ഇതിൻ്റെ ഒരു കാര്യമൊന്നും പറ്റിയില്ല. ഇവിടെ നീലപ്പാൻ്റെ അത്. ഇവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കിട്ടുന്നുണ്ടോ? സിംഗിൾ ഫോട്ടോ ഒന്നും വയ്യ, വേർത്ത് കുളിച്ചു. ഈ മലയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ 3 ജില്ലകൾ നമുക്ക് കാണാൻ പറ്റും. 3 ജില്ലകൾ ഭയങ്കര വലിയൊരു കുന്നിൻ്റെ മുകളിലാണ്. കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ ഉയരത്തിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അത് ഏതോ സ്ഥലമെന്ന് പോലും മനസ്സിലാകുന്നില്ല. ഭയങ്കര വ്യൂ എന്ന് വെച്ചാൽ ഭയങ്കര വ്യൂ ആണ്. ഇവിടെ നിന്നൊക്കെ പാരാഗ്ലൈഡിങ്ങിനൊക്കെ പറ്റിയൊരു ലൊക്കേഷനാണ്. ഞങ്ങളങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് ഈ റെസ്റ്റ് റൂമിൽ ഒന്നുകൂടെ കയറാമെന്ന് വിചാരിച്ചു. എന്താ ഇതിൻ്റെ അടുത്ത പരിപാടി എന്താണെന്നറിയാമല്ലോ. എൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. കുറച്ച് വെള്ളമൊക്കെ കെട്ടി കിടപ്പുണ്ട്. ഒരു പരിപാലനവും ഇല്ല. ഇതൊന്നും ഗവൺമെൻറ് ഇത് ഉണ്ടാക്കിയിട്ടത് മാത്രമേ ഉള്ളൂ, പഞ്ചായത്ത്. പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. എല്ലാം കാലി. ഇവിടെ ഒരു ടോയ്ലറ്റ് പോലും കാണുന്നില്ല. ചുമ്മാ ഏതാണ്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. വളരെ വൃത്തികേടായിട്ട് കിടക്കുകയാണ്. ഒന്നുമില്ല ഇതിൻ്റെ അകത്ത്. ശരിക്കും ഇത് ഉണ്ടാക്കിയതിൻ്റെ പർപ്പസ് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. കുറച്ച് റൂമൊക്കെ ഉണ്ട്. അങ്ങനെ വരുന്ന വഴിക്ക് ഭയങ്കര വിശപ്പ്. അങ്ങനെ ഒരു കൊക്കോ, അടുത്ത വീട്ടിലെ കൊക്കോ കയറി ഒരു കൊക്കോ പറിച്ചു. ഭയങ്കര വിശപ്പ് വെച്ചാൽ ഭയങ്കര വിശപ്പ്. കൊക്കോ കഴിക്കുകയാണ്. വേറെ ഒന്നുമില്ല, വെള്ളമില്ല കുടിക്കാൻ, ഫുഡില്ല, ഒന്നുമില്ല. പെട്ടുപോയി. എത്ര മണിക്കൂറത്തെ യാത്രയായിരുന്നു. അങ്ങനെ കൊക്കോ കിട്ടി, കൊക്കോ കഴിക്കുകയാണ്. പിടിക്കുന്ന കോപ്പനിയാ. കിലോയ്ക്ക് 300-350 രൂപ ഉണ്ടിന്. എനിക്ക് മതി.
ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. വീണ്ടും ഓഫ് റോഡിൽ ഇറങ്ങിയിരിക്കുകയാണ്. അവിടുന്ന് 2 പേർക്ക് യാത്ര ചെയ്യാൻ സാധിക്കില്ല. അത് കാരണം ഞാൻ ഇറങ്ങി നടന്നു. തിരിച്ച് അടിവാരം എത്തിയപ്പോഴാണ് ഒരു ആശ്വാസമായത്. 5-6 മണിക്കൂറത്തെ യാത്രയായിരുന്നു. ഉപ്പാടല്ലെങ്കിൽ വെച്ചാൽ ഉപ്പാടല്ലെങ്കിൽ അങ്ങനെ വന്ന വഴി തന്നെ ഞങ്ങൾ വന്നിരിക്കുകയാണ്. ഇനി നേരെ വീട്ടിൽ. അതിന് മുമ്പ് ഒരു കടയിൽ കയറി സോഡാരങ്ങളും കുടിക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് മാത്രമേ ഒരു ആശ്വാസമാകത്തുള്ളൂ.